മാവേലിയോടൊപ്പം എന്ന യാത്ര ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല സ്ഥാപനങ്ങളുടെ യാത്ര ചെയ്തു. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്, നമുക്കറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പറയാം, അത് കണ്ണൂർ ജില്ലയാണ്. ഒരുപാട് സാംസ്കാരിക പരിപാടികൾ, പ്രത്യേകിച്ചും ഓണക്കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ്, ഓണം ഫെസ്റ്റ് എവിടെ പോയി, ഓണം ഫെസ്റ്റ് എവിടെ പോയി. ഓരോ വർഷവും കൃത്യമായിട്ട് വ്യത്യസ്തതയോ അല്ലെങ്കിൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കണ്ണൂർ ജില്ലക്കാർ. അങ്ങനെ പറയുമ്പോൾ ഓണം ഫെസ്റ്റിൽ ഇപ്രാവശ്യം അതിഗംഭീരമായിട്ടുള്ള ഒരു ഫെസ്റ്റാണ് ഇപ്രാവശ്യത്തെ ഓണത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ യാത്ര ചെയ്ത് മുഴുവിപ്പിക്കാത്ത ഒരു യാത്ര, അതാണ് ടൈറ്റാനിക് യാത്ര എന്ന് പറയുന്നത്. പ്രണയത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വേദനയുടെയും അങ്ങനെ ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ട ടൈറ്റാനിക് ഇന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. ജാക്കും റോസും ഒക്കെ തകർത്തഭിനയിച്ച ഒരു ചിത്രം. ആ ടൈറ്റാനിക് ആണ് ഇന്ന് ഇവിടെ പുനർജനിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഫെസ്റ്റിൽ. അത് പറയേണ്ടത് തീർച്ചയായിട്ടും ഏത് ഫെസ്റ്റ് വന്നു കഴിഞ്ഞാലും അവിടെ ഈ ഒരു വ്യക്തികളുടെ ഒരു മഹനീയ സാന്നിധ്യം ഉണ്ടാവും. ബെന്നിച്ച സുഖമായിരിക്കുന്നോ? അടിപൊളിയാണ്, ഹാപ്പിയാണ്. കാരണം കണ്ണൂരിന്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും കേട്ടോ. കണ്ണൂരിന്റെ ആൾക്കാർ തന്നെയാണ്. കാരണം നമുക്ക് ഫെസ്റ്റ് എന്ന് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്ന മുഖങ്ങളാണ് നിങ്ങളൊക്കെ. ഒരുപാട് സന്തോഷം. ഇപ്പൊ എത്ര വർഷമായി ഇങ്ങനെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ എത്ര വർഷമായി? DJ അമ്യൂസ്മെന്റ്സ് ഏകദേശം ഒരു 25 വർഷം പിന്നിട്ടു. അപ്പോൾ ഈ ഇങ്ങനെ ടൈറ്റാനിക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഒരു ഐഡിയ എങ്ങനെ വന്നു? ആശയം മുഴുവൻ ഞങ്ങളുടെ MD ആണ്. ആശയം മുഴുവൻ MDയുടെ ആണ്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആളുടെ മനസ്സിൽ നിന്ന് വന്ന ആശയങ്ങളാണ്. ഇത് എത്രത്തോളം ആൾക്കാർ സ്വീകരിച്ചു കണ്ണൂരിന്റെ ജനങ്ങൾ? ഇപ്പൊ നമ്മളെ വിസിറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞു. അടിപൊളിയായി. ഓക്കെ, ഇപ്രാവശ്യം ഓണം എന്തായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈറ്റാനിക് ഓണായിരിക്കും. കാരണം പഠിക്കാനുണ്ട്. ഇത് വെറും ഒരു കാഴ്ച വസ്തു മാത്രമല്ലല്ലോ. ടൈറ്റാനിക് എന്ന് പറയാനുള്ളത് പഠിക്കുന്ന ഇതാണല്ലോ. ഇപ്പൊ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഫെസ്റ്റിന്റെ കാലം? സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഉണ്ടാവും. പൊതുവേ ലാസ്റ്റ് നിൽക്കില്ല, ആൾക്കാരുടെ ഇത് അനുസരിച്ച് കൂടും, പിന്നെയും കൂടും. പൊതുവെ അങ്ങനെയാണല്ലോ ഉണ്ടാവും. അങ്ങനെയാണ് വേണ്ടതും. ചിലപ്പോ ഒറിജിനൽ ആണോ തോന്നിപ്പോ. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എടുക്കുന്ന DJ അമ്യൂസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ടീം വർക്ക് നടക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരുപാട് സന്തോഷം. അത് രാത്രിയും പകലും വർക്ക് ചെയ്തിട്ടാണ് ഈ ഇതിലേക്ക് റേഞ്ചിലേക്ക് മാറിയത്. ഇനി ഇവിടുന്ന് കഴിഞ്ഞാൽ ഇനി എവിടത്തേക്കാ യാത്ര? ഡിസൈഡ് ചെയ്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആവണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാടായിട്ട് ഈ ഒരു ഫെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സഹകരിക്കുന്നതാണ്, നമ്മളോടൊപ്പം സഹകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടീമിന് ഈ ഒരു ടീമിന് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിന്റെ ഒരു സ്നേഹ ഓണ സമ്മാനം കൂടി ഞങ്ങൾ നൽകുകയാണ്. ഇതാ. ഓക്കെ, അപ്പൊ ഇത് MDയോട് പറയണം. ഓക്കെ, അപ്പൊ പാതാളവും സ്വർഗവും മറക്കരുത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ണൂർ വിഷന്റെ പ്രേക്ഷകർക്ക് ഒന്ന് ഒരു ഓണാശംസ കൂടി ഒന്ന് പറയാമോ? കണ്ണൂർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ DJ അമ്യൂസ്മെന്റ്സ് പേരിൽ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓണം ഫെസ്റ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു യാത്ര അവസാനിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് ബിസിനസ് മേഖലയിലെ രാജാക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. തിരിച്ചും നമുക്ക് അറിയാം, ഈ ഒരു ഓണക്കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഓഫറുടെ കാലഘട്ടമാണ്. ഓരോ സ്ഥാപനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും വസ്ത്ര വിപണിയും അതുപോലെ തന്നെ സ്വർണ്ണ വിപണിയും മറ്റ് ഓരോ വിപണി എടുത്തു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം പൂർണ്ണമായിട്ടും ഒരു ആവേശത്തിലേക്ക് എത്തിക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. ഏത് ആഘോഷമാണെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാർ. അവിടെ ഈ ഒരു ഓണം എല്ലാവരും വളരെ ആഘോഷത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഹാപ്പിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഒരു മാറി വീണ്ടും നാടും നഗരവും നാട്ടുകാരൊക്കെ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? ആ ഒരു ആഘോഷ സമയത്താണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനൽ മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പരിപാടിയായിട്ട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ വന്നത്. ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒരുപാട് സ്ഥാപനത്തിലെ സ്പെഷ്യൽ വിഭവങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്, ഓരോ പ്രൊഡക്റ്റുകൾക്ക് ഓരോ കഥകൾ പറയാനുണ്ട്, ചരിത്ര കഥകൾ പറയാനുണ്ട്.
അതുപോലെ തന്നെയാണ് ഓരോ ഓഫറുകളുടെ കാലഘട്ടം കൂടിയാണ് ഓണക്കാലഘട്ടം അല്ലേ? എല്ലാ സ്ഥാപനങ്ങളുടെ ഓരോ സ്പെഷ്യൽ ഓഫറുകളൊക്കെ നമ്മൾ കണ്ടില്ലേ, പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടു. അതേപോലെ അവര് തരുന്ന ഓരോരോ ഓഫറിന്റെ വാക്കുകളും നമുക്ക് കിട്ടിയൊരു എന്താ സന്തോഷവും സമ്മാനമാണ് കൂടിയാണ്. അപ്പൊ എന്തായാലും ഹാപ്പി ആണല്ലോ, ഫുൾ ഹാപ്പിയാണ്. ഇന്ന് യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ടൈറ്റാനിക്കിലാണ് അല്ലേ? ജീവിതത്തിൽ ഒറിജിനലായിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല, പക്ഷേ ഈ ടൈറ്റാനിക് കയറിയപ്പോൾ ഒരു നല്ലൊരു പഴയൊരു ഫീൽ ഉണ്ട് തോന്നി. ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കയറിയിട്ടില്ല. അപ്പൊ ടൈറ്റാനിക്കിലാണ് ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നത്. ശരിക്കും ടൈറ്റാനിക് എന്ന് പറയുന്നതും തീരാത്തൊരു യാത്രയാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും കുറെ ദിവസം മാവേലിയോടൊപ്പം യാത്ര ചെയ്തു. മാവേലിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ വർഷത്തെ മാവേലിനെ കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാവരും നെഞ്ചോട് സ്വീകരിച്ചുവെന്ന് ഈ മാവേലി വിശ്വസിക്കുന്നുണ്ട്. വരും വർഷം ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാവേലി ഇപ്പോൾ തൽക്കാലം വിടവാകുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരും ലോകമെമ്പാടുള്ള മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായിട്ടുള്ള നിമിഷത്തിൽ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അടിച്ചു പൊളിക്കുക. അടുത്ത ഓണത്തെ വീണ്ടും കാണാം അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് മാവേലി. താങ്ക് യു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലെ ചുറുചുറുക്കോട് കൂടി എല്ലാ വർഷവും വരണം. അപ്പോൾ എന്തായാലും കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.